അധികാരത്തിലേറിയ നാൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏറെ വിമർശിക്കപ്പെടുന്ന അനേകം വിഷയങ്ങളിൽ ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം. ചായക്കട നടത്തിയിരുന്ന ആൾ എന്ന തരത്തിൽ പരാമർശങ്ങൾ വരുമ്പോഴും അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് നയതന്ത്രമാണ് കൈവശമുള്ളത് എന്നതായിരുന്നു പലരുടെയും ചോദ്യം. എന്നാൽ അത് പലപ്പോഴും ആ ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങൾ മാത്രമാക്കിയെടുക്കുകയായിരുന്നു മോദിയുടെ പല തീരുമാനങ്ങളിലൂടെ. പലയിടത്തും ഭാരതവും ലോകരാജ്യങ്ങളും മോദിയുടെ നയതന്ത്ര വിജയം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും മോദിയുടെ നയതന്ത്രം ചർച്ചയാവുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ തീരുവ നിലപാടുകൾക്കെതിരെ എടുത്ത ചില പ്രത്യേക തീരുമാനങ്ങളും ചൈനയും റഷ്യയും ഒപ്പം നിർത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളും എല്ലാം തന്നെ. എന്നാൽ ഇവരോടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആരോടും അല്ലെങ്കിൽ ആരുടെയും സ്വാധീനത്തിൽ അകപ്പെടുകയില്ല എന്നുള്ള വ്യക്തമായ സന്ദേശങ്ങളും ഒക്കെ തന്നെ കാണിക്കുന്നത് മോദി നയതന്ത്രത്തിൽ എത്രമാത്രം പ്രഗത്ഭനാണ് എന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വിദേശത്ത് നിന്ന്, അതായത് ട്രംപിന്റെ തന്നെ നയതന്ത്ര വിദഗ്ധരും അതുപോലെ ഉപദേഷ്ടാക്കളും ഒക്കെ തന്നെ നടത്തുന്ന ചില പരാമർശങ്ങളിൽ നിന്നാണ്. അതായത് ഈ പരാമർശത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് മോദി ഒരു അതിബുദ്ധിമാനാണ് എന്നും മോദി ചെയ്യുന്നതെല്ലാം കൃത്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു നയതന്ത്ര വിദഗ്ധൻ. തീരുവ ഒഴിവാക്കി ട്രംപ് ഇന്ത്യയോട് മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. അതിൽ നിന്ന് തന്നെ അറിയാം മോദിയുടെ നയതന്ത്രം എത്രമാത്രം വിജയകരമാണ് എന്നത്. ഇനി ഭാരതത്തിലുള്ള മോദി വിരുദ്ധർ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചികഞ്ഞ് നടക്കുന്നതിൽ അല്ലെങ്കിൽ ആ നടക്കുന്നവർക്ക് ഇനിയെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കാൻ സമയമായി എന്നത് തന്നെയാണ് ഭാരതത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം US നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസാണ് പ്രധാനമന്ത്രിയുടെ നയതന്ത്ര വിജയത്തിൽ കൈയടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഓർക്കണം, ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരായ വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞുകൊണ്ട് മോദിക്ക് അനുകൂലമായി അല്ലെങ്കിൽ മോദിയുടെ നയതന്ത്രത്തെ പുകഴ്ത്തിപ്പാടുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രംപിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ചൈനയും റഷ്യയുമായുള്ള പ്രശ്നങ്ങളെ നേരിടുന്ന അല്ലെങ്കിൽ ഇത്തരമൊരു പ്രശ്നം നേരിടുന്ന ഈ സമയത്ത് തന്നെ ഇന്ത്യക്ക് മേൽ ട്രംപ് ടാരിഫ് ചുമത്തിയത് അത്ഭുതകരമാണ് എന്നും 21ാം നൂറ്റാണ്ടിൽ നിർണായക പങ്കുവഹിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്രത്തെയും അദ്ദേഹം വളരെയധികം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ 50% ടാരിഫിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അത് 0-ലേക്ക് കൊണ്ടുവന്ന് മാപ്പ് പറയണമെന്നാണ് എഡ്വേർഡ് ഇപ്പോൾ പറയുന്നത്. 21ാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ചൈനയുമായും റഷ്യയുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള 50% തീരുവ ഒഴിവാക്കണം, 0%-ലേക്ക് കുറയ്ക്കണമെന്നാണ് അഭിപ്രായം. ഇന്ത്യയോട് മാപ്പ് പറയണം. US ഇന്ത്യ ബന്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചൈനയോടും റഷ്യയോടും അല്ലെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും കാര്യത്തിൽ നിർണായകരമാകും. ആഗോള കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഒരു പ്രധാന പങ്കുണ്ട്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് മറ്റു വഴികളുണ്ട് എന്നത് മോദി അമേരിക്കയ്ക്ക് കാട്ടിത്തരികയാണ്. എന്നാൽ ചൈനയുമായോ റഷ്യയുമായോ പരിപൂർണമായി സഹകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബീജിംഗിൽ നടന്ന സൈനിക പരേഡിൽ മോദി പങ്കെടുക്കാതിരുന്നത് ഇതിനൊരു ഉദാഹരണമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.